ഇന്ന് നമുക്ക് തേങ്ങ ചുട്ട് ചമ്മന്തി അരയ്ക്കാം. പണ്ടൊക്കെ ആൾക്കാർ അടുപ്പിലാണ് ചുടാറ്. ഇപ്പം നമുക്ക് അടുപ്പൊന്നും കത്തിക്കണില്ലാത്തതുകൊണ്ട് ഗ്യാസിൽ ചുടാം. അപ്പോൾ അതിന് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്കത്തേങ്ങ കേട്ടോ. ഉണക്കത്തേങ്ങ കുറച്ച് കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കുഞ്ഞുള്ളി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽമുളക്, വാളംപുളി, ചെറുനാരകത്തിൻ്റെ ഇല, കരിവേപ്പില, ഇഞ്ചി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി തേങ്ങ ചുടാൻ നോക്കിയാലോ. ഗ്യാസ് കത്തിച്ചു കൊടുത്തു. തേങ്ങ ഞാൻ ഇതിങ്ങനെ തുളച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുക കേട്ടോ. ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ച് നോക്കാം, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു. ആ തേങ്ങയെന്നൊക്കെ വെളിച്ചെണ്ണ ഇറങ്ങി വരണുണ്ടോ. ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് വെളിച്ചെണ്ണ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വന്നു. നമുക്ക് എല്ലാ തേങ്ങയും ഇങ്ങനെ ചുട്ടെടുക്കാം. തേങ്ങയൊക്കെ ചുടുമ്പോഴല്ലോ നല്ലൊരു മണം വന്നു. ഉണക്ക തേങ്ങയായിട്ടാണെന്ന് തോന്നുന്നു, നല്ല മണം. അങ്ങനെ എല്ലാ തേങ്ങയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചുട്ടെടുക്കാം. ഉള്ളിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് ചുട്ടെടുക്കണം. പെട്ടെന്ന് കരിഞ്ഞു വേണ്ട നോക്കണം. അങ്ങനെയല്ല, മുളക് പെട്ടെന്ന് കരിഞ്ഞു പോവും. അങ്ങനെ ഉള്ളിയും മുളകൊക്കെ ചുട്ടെടുത്തിട്ട് നമുക്കിനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മുളകിൻ്റെ കുത്തൽ ചുമയുണ്ട്. ഞാൻ എല്ലാ തേങ്ങയും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് മുറിച്ച് നമുക്കിനി മുളക് ഓരോന്നെടുത്തിടാം. ഒരു കഷ്ണം ഇഞ്ചി നുറുക്കി വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തു. പുളി ഇട്ട് കൊടുക്കാം. നല്ല നാടൻ കറിവേപ്പില, കൊടുത്തു. ഈ നാരകത്തിൻ്റെ ഇല മൂക്കാത്ത ഇല വേണം കേട്ടോ. ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. നാരകത്തിൻ്റെ ഇലയുടെ മണം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. നമുക്കിത് കൊണ്ടുപോയി അരച്ചുകൊണ്ട് വരാം. ഇനി നല്ലോണം അരച്ചുകൊണ്ട് വരാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട, എന്നാലും നന്നായിട്ട് അരയണം. ഞാൻ ദേ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ നാരകത്തിൻ്റെ ഇലയുടെ മണവും കരിവേപ്പിലയുടെ മണവും എന്താ. പണ്ടൊക്കെ ഈ ചമ്മന്തി വീടുകളിലൊക്കെ എന്നും ഉണ്ടാക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും വലിയ താല്പര്യമില്ല ഇതൊന്നും. അപ്പം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ.